കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മളൊരു പ്രത്യേക ദൈവവചനത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദൃശ്യ ലോകത്തിന് ദൃശ്യലോകത്തിന്മേലുള്ള സ്വാധീനം, ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി അൺസീൻ വേൾഡ് ഓൺ ദ സീൻ വേൾഡ്. നമ്മളുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ, നമ്മളുടെ ചുറ്റുപാടുകളെ ഒക്കെ നിയന്ത്രിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ ലോകത്ത് തന്നെ ഒരു നന്മയുടെ ലോകവുമുണ്ട്, തിന്മയുടെ ലോകവുമുണ്ട്. അല്ലെങ്കിൽ നന്മയുടെ ശക്തിയായ ദൈവവും തിന്മയുടെ ശക്തിയായ പിശാചും അവൻ്റെ ദൂതന്മാരും ഉണ്ട് എന്ന തിരിച്ചറിവോടെ ദൈവവചനത്തിലെ സത്യങ്ങളെ ഗ്രഹിച്ച് നമുക്ക് മുമ്പോട്ട് പോയാൽ വളരെ ജയകരമായ ഒരു ജീവിതം നയിപ്പാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടാതെയും വേണ്ടാത്തതിനൊക്കെ നമ്മൾ പറയാൻ പോകാതെയും ഒക്കെ ഇരിക്കാൻ സാധിക്കും. നമ്മളോട് ഇടപെടുന്ന വ്യക്തികൾ അവർ ദൈവിക സ്വാധീനത്തിലാണോ, അതോ ഈ പറഞ്ഞ ദുഷ്ട ആത്മാവ് ചില സമയത്ത് മനുഷ്യരെ സ്വാധീനിച്ച് അവർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവരോട് ഇടപെടുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ അത് നമ്മളെ സഹായിക്കും. അതെ, ഒരു അദൃശ്യ ലോകമുണ്ട്. അദൃശ്യ ലോകത്തിൻ്റെ സ്വാധീനത്തിലാണ് ഈ ദൃശ്യലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരിൽ, തൻ്റെ ശിഷ്യന്മാരിൽ പോലും ഈ അദൃശ്യ ലോകത്തിൻ്റെ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു തൻ്റെ ഓരോ അവരോടുള്ള ഇടപാടിലും ക്രിസ്തുവിൻ്റെ രീതികൾ നമുക്കത് മനസ്സിലാക്കാം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, വാസ്തവത്തിൽ ഈ അദൃശ്യ ലോകത്തിലെ രണ്ട് ശക്തികളെയും, ദൈവത്തെയും അതുപോലെ തന്നെ പിശാചിനെയും ഇവിടെ തുറന്ന് കാട്ടിയത് ക്രിസ്തുവാണ്. അദൃശ്യ ലോകത്തിൻ്റെ അധിപനായ, ഏറ്റവും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ, സൃഷ്ടിതാവായ ദൈവം അദൃശ്യനാണ്. ആ സ്വർഗത്തിൻ്റെ ഉന്നതികളിൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ മുഴു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവായ സത്യദൈവം, ആ സത്യദൈവത്തെ ഇവിടെ വെളിപ്പെടുത്തിയത് ക്രിസ്തുവാണ്. തൻ്റെ വാക്കുകളിൽ കൂടെ മാത്രമല്ല, ദൈവം തന്നെ മനുഷ്യനായിക്കൊണ്ട്, മാംസം ധരിച്ചുകൊണ്ട്, ഒരാളെക്കുറിച്ച് പറയുകയല്ല, മറിച്ച് ആ ദൈവം തന്നെ ഇവിടെ വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ യോഹന്നാൻ 1:1 വചനം ദൈവമാണ്, വചനം ദൈവത്തോടു കൂടെയാണ്. 14-ാം വാക്യത്തിൽ പോയിക്കോളാം, വചനം മാംസം ധരിച്ച് നമ്മുടെ മധ്യത്തിൽ വന്ന്, ദൈവമായവൻ ഒരു ഭൂമിയിൽ വന്നാൽ ധരിക്കാവുന്ന ഒരു ഉടുപ്പ്, അതാണ് നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പാകുന്ന ഈ വസ്ത്രം. ഈ വസ്ത്രമല്ല, ഈ ശരീരമാകുന്ന വസ്ത്രം. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഞാൻ ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും. വേറെടുത്ത് പറഞ്ഞ, ഞാൻ സ്വർഗമെന്നൊരു പാർപ്പിടം ഇതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പം ഈ ശരീരം നമ്മുടെ പാർപ്പിടവും നമ്മുടെ ഉടുപ്പും കൂടാണ്. ഇതിനകത്ത് വസിക്കുന്ന നമ്മളിലെ ആത്മാവാണ് നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരാൾ മരിച്ചു പോകുമ്പോൾ ആ ആൾ പോയി എന്നാണ് നമ്മൾ പറയുന്നത്. ആ കിടക്കുന്ന മൃതശരീരം ആ വ്യക്തിയാണ്, നമ്മൾ ആരും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ വ്യക്തി, നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ വ്യക്തിത്വം, അത് ദൈവം തന്ന ഒരാത്മാവാണ്. അത് കേവലം ശരീരമല്ല. ഈ ശരീരമുണ്ടെങ്കിലേ ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മാംസം ധരിച്ചത്. മാംസം ധരിച്ചെങ്കിലേ ഈ ഭൂമിയിൽ അവിടത്തേക്ക് ദൃശ്യമണ്ഡലത്തിൽ വരുവാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, ചന്ദ്രനിൽ പോകുന്ന ഒരാൾ അവിടെ പോകാൻ വേണ്ടതായ ചില വസ്ത്രങ്ങൾ ധരിച്ച അവരെ നമ്മൾ കാണുന്നത് അല്ലേ. ബഹിരാകാശ സഞ്ചാരികളുടെ പ്രത്യേക വസ്ത്രമുണ്ട്. അതില്ലാതെ അവിടെ നമുക്ക് ഈ ശരീരത്തിൽ, നമ്മളിവിടെ ആയിരിക്കുന്ന ഈ മാംസ ശരീരത്തിൽ, ഇവിടെ ഓക്സിജൻ ശ്വസിക്കുന്ന ഈ ഒരു നിലയിൽ നമുക്കൊരിക്കലും ശൂന്യാകാശത്തിൽ പോകാൻ സാധിക്കത്തില്ല. എന്നതുപോലെ തന്നെ ഈ ഭൂമിയിൽ ദൈവം തന്നെ വരണമെങ്കിൽ അവിടുന്നേക്ക് ഇവിടുത്തെ ഈ ദൃശ്യലോകത്ത് അവിടത്തേക്ക് വരണമെങ്കിൽ ആ സ്പിരിറ്റിൽ, ആത്മാവിൽ ദൈവത്തിന് എവിടെയുമാകാം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് യേശു പറഞ്ഞു. യേശു നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ കർത്താവിനെ കാണുന്നില്ല, അവൻ അദൃശ്യനായി. അപ്പം ഉയർത്തെഴുന്നതിന് ശേഷം, ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ക്രിസ്തുവിനെ ഒരു പ്രത്യേകതയുള്ള ശരീരത്തിലാണ് നമ്മൾ കാണുന്നത്.
അവിടത്തേക്ക് പ്രത്യക്ഷപ്പെടുവാനും സാധിക്കും, അദൃശ്യനാകുവാനും സാധിക്കും. വാതിലടച്ചിട്ടിരുന്ന മുറിയിൽ കർത്താവ് വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുകയും കരം നീട്ടി എൻ്റെ ആണിപ്പഴുതുകളിൽ സ്പർശിക്കുമെന്ന് പറയാം. ടാഞ്ചിബിളായിട്ടുള്ളൊരു ബോഡി. അപ്പോൾ തന്നെ അദൃശ്യമാകാൻ സാധിക്കുന്ന ഒരു ദിവ്യ ശരീരം നമുക്ക് നമ്മുടെ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ കഴിയാത്തതിനപ്പുറത്തൊന്നാണ്. കർത്താവായ യേശു വരുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരും അപ്രകാരം ഒരു ശരീരം പ്രാപിക്കും എന്ന് യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാമും താൻ ഇരിക്കുന്നത് പോലെ തന്നെ നാമുമായി തീരും എന്ന് വായിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളങ്ങനെ ആയിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മളെങ്ങനെ ആയിരിക്കുന്നു അതിലേക്ക് ക്രിസ്തു കടന്നു വരികയാണ്. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 2:14 മുതൽ വായിക്കുമ്പോൾ മക്കൾ അഥവാ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിൽ ശരീരരക്തങ്ങളിൽ വന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ അഥവാ അദൃശ്യനായി സ്പിരിറ്റായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ വേഷം ധരിച്ചു. മനസ്സിലായല്ലോ, ഈ ശരീരം നമ്മുടെ വസ്ത്രം മാത്രമാണ്. ആ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന വ്യക്തിയാണ് ശ്രേഷ്ഠനായ വ്യക്തി, ആ ആത്മാവായ വ്യക്തി, നമ്മളിലെ നമ്മൾ. ആ വ്യക്തി, ആ ഒരു ദൈവബന്ധം നഷ്ടപ്പെട്ടപ്പോൾ നമ്മളെ വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു വന്നത്. അപ്പം ക്രിസ്തു മനുഷ്യരെ ആത്മാക്കളായിട്ടാണ് കണ്ടത്. ഈ ശരീരം വിട്ട് അപ്പുറത്ത് ഒരു നിത്യലോകം നമുക്കുണ്ട്. ആ നിത്യലോകത്തിലെ അധിപനാണ് ദൈവം. ആ ദൈവം ഇവിടെ മനുഷ്യരൂപത്തിൽ വന്നാണ് ക്രിസ്തു. അല്ലാതെ അവിടുന്ന് ക്രിസ്ത്യാനികളുടെ ദേവനല്ല, അവിടുന്ന് ഒരു പ്രത്യേക മതത്തിൻ്റെ ആളല്ല, മതം സ്ഥാപിക്കാൻ വന്നതല്ല, ഇവിടെ കുറേ സഭകൾ ബോർഡ് വെച്ച് സ്ഥാപിക്കാനും വന്നതല്ല. ഈ വലിയ ശ്രേഷ്ഠമായ കാര്യത്തിന് വേണ്ടി മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ, മനുഷ്യനെ താൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ, ദൈവരൂപത്തിൽ സൃഷ്ടിക്കവനാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ആണ് ക്രിസ്തു വന്നത്. അപ്പോൾ ക്രിസ്തു വന്ന ഒന്നാമത്തെ കാര്യം ദൈവത്തെ അവിടുന്ന് വെളിപ്പെടുത്തി ജഡത്തിൽ നമുക്ക് കാണിച്ചു തന്നു. 2, മനുഷ്യൻ എന്തായിത്തീരണം. ഞാനും നിങ്ങളും ആരെയാ മാതൃകയാക്കണ്ടേ? പൗലൂസിൽ മാതൃകയുണ്ട്, പത്രോസിൽ മാതൃകയുണ്ട്, പക്ഷേ അവരാരും പൂർണ്ണ മാതൃകയല്ല. ഞങ്ങൾ ശുശ്രൂഷകർ നിങ്ങൾക്ക് മാതൃകയായിരിക്കണം, പക്ഷേ ഞങ്ങളും പൂർണ്ണ മാതൃകയല്ല. ക്രിസ്തുവാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. 2, അവൻ മനുഷ്യനാണ്. മൂന്നാമതായിട്ട് ക്രിസ്തു ഇവിടെ വന്നത് അതുവരെ വെളിപ്പെടാതിരുന്ന, മറഞ്ഞിരുന്ന മനുഷ്യനെയും തമ്മിൽ തല്ലിപ്പിച്ച്, മനുഷ്യനെ തമ്മിൽ യുദ്ധത്തിലാക്കി, ജാതികളെയും കുലങ്ങളെയും തമ്മിൽ വാളെടുത്ത് വെട്ടി, ചോര ചീന്തി, വംശ കലാപങ്ങളുണ്ടാക്കി, കുടുംബ കലഹങ്ങളുണ്ടാക്കി, രോഗമിട്ട്, ഭാരമിട്ട് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, മറഞ്ഞിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന, ഇരുട്ടത്തിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്, പിശാച്. അവനെ മറനീക്കി വെളിപ്പെടുത്തിയത് ഇവനാണ് ആൾ എന്ന് കാണിക്കാൻ കൂടിയാണ് ക്രിസ്തു വന്നത്. ലോകത്തിൽ കാണുന്ന തിന്മ സ്വഭാവങ്ങൾ വന്നപ്പോൾ, മനുഷ്യൻ തിന്മ കാണിച്ചപ്പോൾ, പഴയ നിയമത്തിൽ മോശ ആ തിന്മ ചെയ്തവരെ ശിക്ഷിക്കുകയാണ്. കാരണം അത് ലോ ആൻഡ് ഓർഡറാണ്. നിയമം വന്നേ ഒക്കത്തുള്ളൂ, മോശ വന്നേ ഒക്കത്തുള്ളൂ. ഈ പൈശാചിക പ്രേരണയിൽ അഥവാ പാപം ചെയ്ത് താണുപോയ ജഡത്തിൽ മനുഷ്യനൊത്തിരി പാപസ്വഭാവങ്ങൾ വരും. അവന് കയ്പ്, പക, പിണക്കം, വ്യഭിചാരം, ദുഷ്കാമങ്ങൾ, തമ്മിലുള്ള അടി പിടി, ഇതെല്ലാം വരുന്നത് പിശാചിൽ നിന്നും, പിശാച് അവനിൽ വരുത്തി വെച്ച പാപത്തിൻ്റെ വീഴ്ചയിൽ നിന്നുമാണ്. പക്ഷേ ആ മനുഷ്യനെ അങ്ങനെ വെറുതെ വിട്ടാൽ അവൻ തകർന്നു പോകും. അതുകൊണ്ടാണ് അവന് നിയമങ്ങൾ ദൈവം കൊടുത്തത്. മോശ മുഖാന്തരം നിയമം കൊടുത്തു. കൂടാതെ ആദിമ മനുഷ്യരുടെ മധ്യത്തിൽ പല നിയമസംഹിതകളുണ്ടായിരുന്നു. ഹമ്മുറബീസ് കോഡ്, ഹമ്മുറബിയുടെ നിയമങ്ങൾ, അതൊക്കെ സമൂഹം നിലനിൽക്കുവാൻ വേണ്ടി നൽകിയ നിയമങ്ങളാണ്. അവരുടെ ആത്മാവിലൊന്നും ചെയ്യുവാൻ അവയ്ക്ക് കഴിവില്ല. ഒരു വ്യക്തിയെ ആത്മാവിലെ രക്ഷിക്കുവാനോ ദൈവത്തോട് അവനെ അടുപ്പിക്കാനോ ഒന്നും മോശയുടെ നിയമങ്ങൾക്ക് കഴിവില്ല. മറിച്ച് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ള നിയമം കൊടുത്തപ്പോൾ സമൂഹത്തിൽ അവൻ്റെ അകത്തുള്ള ആ പാപത്തിൻ്റെ വാസന, ഒരുത്തൻ എനിക്കിട്ടെന്തെങ്കിലും ചെയ്താൽ എനിക്കവനെ തിരിച്ചു ചെയ്യാം, ഒരു നിയമം വെച്ചത് തമ്മിലാരും തലതല്ലി ചാകാതിരിപ്പാന്, സമൂഹം നിലനിൽക്കാൻ. അത് ലോ ആൻഡ് ഓർഡറാണ്. ഇവിടെ പോലീസും പട്ടാളവും ഒന്നും ഇല്ലെങ്കിൽ സമൂഹം തകർന്നു പോകും. എന്നാൽ പോലീസിനെയും പട്ടാളത്തെയും വെച്ച് സമൂഹത്തെ തമ്മിൽ തല്ലാതെ നിലനിർത്തിയതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ അന്തരംഗത്തിൽ ആത്മാവിൽ രക്ഷ കിട്ടില്ല. അവിടെ അവന് ഒരു വിമോചനം ആവശ്യമുണ്ട്. അതുകൂടെ കൊടുക്കാൻ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യനൊരു ആത്മാവാണെന്ന് അവൻ മനസ്സിലാക്കി കൊടുക്കുക മാത്രമല്ല, അവന് കേവലം ഭൗതിക ആവശ്യങ്ങൾ മാത്രം അവൻ നട്ടം തിരിയുമ്പോൾ, എനിക്ക് ഉണ്ണണം, ഉടുക്കണം, ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കണമെന്നേ മനുഷ്യർക്കുള്ളൂ. എന്നാൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആകയാൽ എന്ത് നിങ്ങൾ തിന്നും, എന്ത് കുടിക്കും,
എന്ന് നിങ്ങൾ ഭാരപ്പെടാതെ മുമ്പേ നിങ്ങളവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അഥവാ നിങ്ങളുടെ ആത്മാവിൻ്റെ കാര്യം നിങ്ങളൊന്ന് അന്വേഷിച്ചേ. അതോടുകൂടെ ഈ പറഞ്ഞവയൊക്കെ നിങ്ങളുടെ പിന്നാലെ വരും. കുടിക്കാനും ഉടുക്കാനും എല്ലാം ഉള്ളത്. നിങ്ങളുടെ ആത്മീയ കാര്യം, നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യനെ ഒന്ന് രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ദൈവമായിട്ട് നിങ്ങളുടെ ഉള്ളമൊന്ന് ബന്ധപ്പെട്ടേ, ബാക്കിയൊക്കെ നിങ്ങളുടെ പുറകെ വരും. അപ്പം യേശുക്രിസ്തുവും ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കണ്ടെന്നല്ല പറഞ്ഞു. ക്രിസ്തുവിനെ പോലെ ഇതുപോലെ ഒരു ശ്രേഷ്ഠ ഗുരു മനുഷ്യൻ്റെ ചെറിയ ആവശ്യങ്ങൾ പോലും കണ്ടെത്തിയ ഒരു ഗുരുവിനെ നമ്മൾ കാണുന്നില്ല. ശിശുക്കളുടെ ആവശ്യങ്ങൾ കർത്താവ് കണ്ടു. ഒരു രോഗിയെ എവിടെ കണ്ടോ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി. കുരുടന്മാരുടെ കണ്ണുകളെ തുറന്നു. അവന് വിശന്നപ്പോൾ അപ്പം കൊടുത്തു. അപ്പോൾ അന്ന് വിശ്രമിച്ചോളാൻ പറഞ്ഞു. ഈ എന്ത് വേണ്ട ഉറങ്ങി ആശ്വസിച്ചുകൊള്ളാൻ ഒരു തവണ ശിഷ്യന്മാരോട് പറയുകയാണ്. മനുഷ്യൻ്റെ ചെറിയ കാര്യങ്ങൾ വരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടാണ് കർത്താവ് കണ്ടത്. താൻ വലിയ ഫിലോസഫി എല്ലാം പഠിപ്പിച്ചിട്ട് സ്വർഗ്ഗമെല്ലാം പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യമെല്ലാം അങ്ങ് വിട്ടേര് എന്ന് കർത്താവ് പറഞ്ഞില്ല. അവരുടെ ചെറിയ കാര്യങ്ങളിൽ വരെ അവരുടെ കൂടെ നടന്ന്, അതാണ് ക്രിസ്തുവിൻ്റെ ഔന്നത്യം. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. ആർക്കും അടുത്തുകൂടാനൊക്കത്തില്ല. പാപികളായ ആർക്കും ദൈവത്തിൻ്റെ അടുക്കൽ എത്താനൊക്കില്ല. ദൂതന്മാർ പോലും മുഖം മറച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ആ മഹാശക്തനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആർക്കും ചെല്ലുവാനൊക്കില്ല. എന്നാൽ ആർക്കും അടുത്തുകൂടാത്തവൻ എല്ലാവർക്കും അടുക്കാവുന്ന നിലയിൽ ഈ ഭൂമിയിൽ വരികയാണ്. അതിന് നമ്മളെപ്പോലെ മനുഷ്യ സാദൃശ്യത്തിലുള്ള വേഷം ധരിക്കുകയാണ്. മനുഷ്യവേഷത്തിലല്ല കർത്താവ് വന്നത്. ഒരു താണജടത്തിലല്ല കർത്താവ് വന്നത്. നമുക്കുള്ള താണജടത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നു എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. പാപജടത്തിൻ്റെ സാദൃശ്യം ഉള്ളൊരു ജഡത്തിൽ കർത്താവ് വന്ന് എന്തിനാ? പാപികളായ നമ്മളെ തൊടുവാൻ, നമ്മുടെ അടുക്കലേക്ക് വരുവാൻ. ദൈവത്തിന് ഒരിക്കലും പാപത്തോട് അടുക്കാനൊക്കില്ല. അവൻ പാപത്തിൽ നിന്ന് വിദൂരനാണ്. പാപിക്ക് അവനോടും അടുക്കാനൊക്കത്തില്ല. എന്നാൽ ഒരിക്കലും ദൈവം മനുഷ്യൻ്റെ അടുക്കൽ വരികയല്ലാതെ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സാധിക്കത്തില്ല. ഒരു ഉന്നതനായ ഒരു വ്യക്തി, ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് തനിക്ക് വേണം ചെല്ലാം. എന്നാൽ തകർന്നു പോയൊരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ഉന്നതനായ വ്യക്തിയുടെ ഒരു ഉന്നതനായ ഓഫീസിലേക്ക് കയറി ചെല്ലുവാനൊക്കത്തില്ല. ഇറങ്ങി വരുവാനേ സാധിക്കത്തുള്ളൂ. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. നമുക്കൊക്കെ ഇറങ്ങി ചെല്ലുവാനേ സാധിക്കത്തുള്ളൂ. സാധാരണ ജനങ്ങളുടെ അടുക്കലേക്ക്, പ്രതിസന്ധികളിൽ ഇരിക്കുന്നവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുന്നവരായിരിക്കണം നമ്മൾ. ക്രിസ്തു ഇറങ്ങി വന്ന് ആത്മലോകം വെളിപ്പെടുത്തി. ആ മനുഷ്യൻ്റെ ചെറിയ കാര്യങ്ങളുടെ വരെ ഇമ്പോർട്ടൻസ് കർത്താവ് കണ്ടു. അവർക്ക് അപ്പം കൊടുത്തു. അവരുടെ വിശപ്പും ദാഹവും കർത്താവ് നേരിട്ടു. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുകയാണ്. അതാണ് ക്രിസ്തു. അവൻ ദൈവവും മനുഷ്യനുമാണ്. അപ്പോൾ കർത്താവ് ചെയ്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം പിശാച്, അഥവാ മനുഷ്യൻ്റെ ശത്രു പിശാചാണ് എന്നുള്ളതാണ്. പഴയ നിയമകാലത്തെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ മനുഷ്യർ തമ്മിൽ തല്ലുകയാണ്. ന്യായപ്രമാണ നിയമമുണ്ടല്ലോ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ നിയമം വെച്ച് അവിടെ തല്ലി കീറുമ്പോൾ ക്രിസ്തു വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ശത്രു നിൻ്റെ മറ്റൊരു വ്യക്തിയല്ല. യേശു പറഞ്ഞു, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്നല്ലേ നിങ്ങൾ ന്യായപ്രമാണത്തിൽ മോശ മുഖേന കേട്ടത്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, നിൻ്റെ ശത്രുവിന് നീ സ്നേഹിക്കുക, ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, അവന് വിശക്കുന്നെങ്കിൽ നീ തിന്മാൻ കൊടു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു ഇവിടെ വന്ന് വെളിപ്പെടുത്തിയത് മനുഷ്യരാരും നമ്മുടെ ശത്രുവല്ലെന്നാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലൂസ് ശ്ലീഹ ഈ കാര്യം എടുത്തു പറയുകയാണ്. ക്രിസ്തു മുഖേന്ദ്ര പൗലൂസിന് ലഭിച്ച ആ വലിയ സത്യം വിളിച്ചു പറയുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അഥവാ മനുഷ്യരാരുമല്ല നമ്മുടെ ശത്രുക്കൾ. എന്നാൽ മനുഷ്യരെ ഇളക്കിവിടുന്ന ഒരു ശത്രുവുണ്ട്. ഈ ഒരു വലിയ ഉദാത്തമായ സത്യം മനസ്സിലാക്കിയാണ് ക്രിസ്തു മനുഷ്യരോട് ഇടപെട്ടത്. മനുഷ്യരുടെ സ്വഭാവ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ അവരോട് ക്രിസ്തു എതിർത്തില്ല. തന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ ശത്രുക്കളായി ക്രിസ്തു കണ്ടില്ല. മറിച്ച് അവരെ ഇളക്കിവിടുന്ന ഒരു ശത്രുവിനെ കണ്ടു. രോഗികളെ കണ്ടപ്പോൾ കർത്താവ് ഏതെങ്കിലും ഒരു കൂനുള്ള വ്യക്തി വന്ന ഉടനെ കർത്താവ് ഇത് ഓർത്തോപീഡിക് പ്രോബ്ലമാണെന്നല്ല പറഞ്ഞത്, ഒരു രോഗാത്മാവിനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. ക്രിസ്തുവിനെ തൊട്ടപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിച്ചവൾ സൗഖ്യമാകുകയാണ്. ഉടനെ കർത്താവ് പറയാം, സ്ത്രീയെ നിൻ്റെ ബാധ ഒഴിഞ്ഞിരിക്കുന്നു. അതൊരു ബാധയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കാണുന്ന ഭൗതിക വിഷയങ്ങളുടെ പുറകിൽ ഒരാത്മലോകമുണ്ടെന്ന് വ്യക്തമായി കർത്താവ് തിരിച്ചറിഞ്ഞു. ഇന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ശത്രു നമ്മളുടെ അയൽവാസിയല്ല. നമ്മുടെ ശത്രു നമ്മുടെ ഓഫീസിൽ നമ്മളോട് ഒരുപക്ഷെ അല്പം പ്രതികൂലമായി പെരുമാറുന്ന ബോസല്ല. നമ്മുടെ ശത്രു സഭയിലെ മറ്റൊരു വിശ്വാസിയല്ല. നമ്മുടെ ശത്രു വേറൊരു ജാതിക്കാരനോ മതവിശ്വാസിയോ അല്ല. നമ്മുടെ ശത്രു മറ്റൊരു രാജ്യക്കാരനുമല്ല. മനുഷ്യജാതിയുടെ യഥാർത്ഥ ശത്രു പിശാചാണ്, സാത്താനാണ്. ആ സാത്താന്യ ലോകത്തെ, അദൃശ്യ ലോകത്തെ ഇവിടെ വ്യക്തമായി
കാണിച്ചു കൊടുത്തു കർത്താവായ യേശു. യേശുവിനെ കണ്ടപ്പോൾ തന്നെ ദുരാത്മാക്കൾ അലറിക്കൊണ്ട് ഓടുകയാണ്. ഞാൻ വേറെ ചില വേദഭാഗങ്ങളൂടെ വായിക്കുമ്പോൾ സ്വന്തം ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി സംസാരിച്ചപ്പോൾ അത് പൈശാചികമാണെന്ന് വെളിപ്പെടുത്തി സാത്താന്യ ശക്തിയെ ശാസിക്കുന്നതായി നമ്മൾ വായിക്കുന്ന ഒരു സംഭവം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാവുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇതിന് അല്പം മുമ്പ് ഒരു 5-6 വാക്യത്തിന് മുമ്പ് 16-ാം വാക്യത്തിൽ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, ബർയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. 6 വാക്യങ്ങൾക്ക് മുമ്പ് നിനക്ക് ആത്മലോകത്തിൽ നിന്നൊരു വലിയ അറിവ് കിട്ടി, പിതാവ് വെളിപ്പെടുത്തിയ ഒരു അറിവ് കിട്ടി, പത്രോസേ, ഞാൻ ദൈവപുത്രനാണെന്ന് നിനക്ക് അറിവ് കിട്ടി. മറ്റ് ലോകക്കാരൊക്കെ പറഞ്ഞു, ഏലിയാവിനെ പോലെ, എലീശയെ പോലെ ഞാനൊരു പ്രവാചകൻ മാത്രമാണ്. ഏതോ ഒരു മനുഷ്യ സ്ത്രീയിൽ പിറന്ന, മനുഷ്യരക്തത്തിൽ പിറന്ന ഒരാളായിട്ട്, ഒരു പ്രവാചകനായിട്ട്, പ്രത്യേക കഴിവുകളുള്ള, സിദ്ധികളുള്ള ഒരു ദൈവപുരുഷനായിട്ടേ മറ്റുള്ളവർക്ക് എന്നെ പിടികിട്ടിയിട്ടുള്ളൂ. പക്ഷെ നിനക്ക് പിടികിട്ടിയല്ലോ, ഞാൻ കേവലം മനുഷ്യനെന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ല, മനുഷ്യരൂപത്തിൽ വന്ന ദൈവമാണെന്ന് നിനക്ക് പിടികിട്ടിയല്ലോ, നീയാണ് ഭാഗ്യവാൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി ആർക്കൊക്കെ മനസ്സിലാകുന്നു അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ലോട്ടറി അടിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിൽ മക്കളൊക്കെ നല്ല നിലയിൽ പോകുന്നവർ ഭാഗ്യവാന്മാരാണ് ലോകപ്രകാരം. എന്നാൽ ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവനാണ്. നമ്മൾ വായിക്കുന്നു, കിഴക്കൻ നാട്ടിൽ നിന്നുള്ള വിദ്വാൻമാർ, ജ്ഞാനികൾ എന്ന, മാഗീസ് എന്ന തിരുവചനം, ജ്ഞാനികൾ, അവർ ക്രിസ്തുവിനെ കണ്ടെത്തി. യഥാർത്ഥ ജ്ഞാനികൾ ഇന്നും കണ്ടെത്തുന്നു ക്രിസ്തുവിനെ. ഒത്തിരി സത്യാന്വേഷികളുണ്ട്. യഥാർത്ഥ സത്യാന്വേഷികൾ ഒടുവിൽ വരുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനെ ഒരു മതസ്ഥാപകനല്ലാതെ തിരിച്ചറിയണം. ക്രിസ്തുവിനെ ക്രിസ്ത്യാനികളുടെ ദേവനല്ലാതെ തിരിച്ചറിയണം. അതാണ് യഥാർത്ഥ തിരിച്ചറിവ്. ക്രിസ്തു ആരുടെയും സ്വന്തമല്ല. ക്രിസ്തു ഏതെങ്കിലും ഒരു സഭയുടെ സ്വന്തമല്ല. നമ്മളാരും ക്രിസ്തുവിനെ വളഞ്ഞു വെച്ച് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് മാറ്റിയാൽ കർത്താവ് അവിടെ അങ്ങ് നിൽക്കുകയില്ല. നമ്മുടെ സഭയുടെ 4 ചുവരുകൾക്കുള്ളിലോ നമ്മുടെ സഭയുടെ നമ്മളുണ്ടാക്കിയ കുറേ പ്രമാണങ്ങളുടെ നടുവിലോ ക്രിസ്തു നിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. ശിഷ്യന്മാർക്ക് പോലും ഒരു ഘട്ടത്തിൽ ക്രിസ്തു തങ്ങളുടേത് മാത്രമാകണം എന്നൊരു താല്പര്യമുണ്ടായി. വേറെ ആരോ യേശുവിൻ്റെ നാമം പറഞ്ഞ് ദുരാത്മാക്കളെ പുറത്താക്കിയപ്പോൾ അവർ വന്ന് കംപ്ലൈൻറ്റ് പറയാണ്, നോക്ക് കർത്താവേ, നിൻ്റെ നാമത്തിൽ വേറെ ചിലർ ഒരു പിശാചിനെ പുറത്താക്കുന്നു, ഞങ്ങളല്ലേ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഞങ്ങളല്ലേ 12 ശിഷ്യന്മാർ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലം. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി അവൻ ചെയ്തിട്ട് അവനും വേഗം എതിർത്ത് പറയാൻ സാധിക്കത്തില്ല. കർത്താവ് ഒരു സഭയെ മാത്രമോ ഒരു പ്രത്യേക കൂട്ടത്തെ മാത്രമോ ആദരിക്കുന്ന ആളല്ല. ആത്മലോകം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ആ വിശാലത എത്ര വലുതാണ്. യേശു മനുഷ്യരിലൊരു മനുഷ്യനല്ല, അവൻ യഥാർത്ഥ കർത്താവാണ്. ഇവിടെ ഇതാ പത്രോസിനെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് എന്നെ തിരിച്ചറിഞ്ഞെങ്കിൽ, അടുത്ത ഒറ്റ പാരഗ്രാഫ് കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ്, നാഥ, നീ ക്രൂശിക്കപ്പെടരുത്, നിനക്കങ്ങനെ ഭവിക്കരുത്. നമ്മൾ കേട്ടാൽ തോന്നും ആ ശിഷ്യന്മാരിൽ ഏറ്റവും ബാക്കി ആരും യേശു താൻ ക്രൂശിൽ മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ബാക്കി ശിഷ്യന്മാരാരും പറഞ്ഞില്ല, കർത്താവേ, നിനക്കങ്ങനെ വരില്ലേ. വാസ്തവത്തിൽ പത്രോസിനെ പോഴ്ത്തുകയല്ലേ സാധാരണ മനുഷ്യനാണ് ചെയ്തത്. നിനക്കെങ്കിലും എന്നോടൊരു സഹതാപം തോന്നിയല്ലോ. പക്ഷേ കർത്താവ് അവനെ ശാസിക്കുകയാണ്, പിശാചി എന്നെ വിട്ടുപോകും. കാരണം തൻ്റെ പിതാവ് തന്നെ ഇവിടെ അയച്ചത് ക്രൂശിൽ മരിക്കാനാണ്, മാനവജാതിയുടെ പാപം എടുക്കുക എന്നുള്ളതാണ് തൻ്റെ ദൗത്യം. അപ്പോൾ ഇപ്പോൾ സഹതാപ രീതിയിലാണെങ്കിലും തൻ്റെ ദൗത്യത്തിനെതിരെ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം തിരിച്ചറിയണം, എല്ലാ സിമ്പതിയും നമ്മൾ എടുക്കരുത്. നമ്മളൊരാൾ രോഗിയായി കിടക്കുമ്പോൾ ആരെങ്കിലും വന്നെങ്കിലും നിനക്കിത് പറ്റിയല്ലോ, അയ്യോ ഇനി അധികം നാൾ നിനക്ക് ജീവനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മരണത്തെ മുന്നിൽ നമ്മളെ കാണിച്ചു തരുന്ന രീതിയിൽ രോഗികളുടെ കിടക്കക്കരികിലൊക്കെ പോയി സഹതാപത്തോടെ നിൽക്കുന്നവരുണ്ട്. സ്വന്തം ബന്ധുക്കളായിരിക്കും, പക്ഷേ ആ സഹതാപം എടുക്കരുത്. ആ സഹതാപത്തിനകത്തൊരു ദുരാത്മാവുണ്ട്. യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ ആർക്കും പിടികിട്ടിയാത്ത ഒരു കാര്യം പിശാചിന് പിടികിട്ടി. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാ, ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നു, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് ദുരാത്മാവ് അലർന്നുണ്ട്. നിശ്ചയമായിട്ടും നമ്മളൊന്നറിയണം, ഈ ദുരാത്മ ലോകത്തെ എന്നേക്കുമായി കർത്താവ് നശിപ്പിക്കും. ഇന്ന് മാനവജാതിയുടെ രക്ഷയാണെങ്കിൽ മനുഷ്യനെ രക്ഷിച്ച്
കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് ചേർക്കാൻ ഇനിയും വരും. സ്വർഗത്തിലവരെ ചേർക്കും. അതിനുശേഷം ഈ ഭൂമിക്കൊരു ന്യായവിധിയുണ്ട്. മാത്രമല്ല, മനുഷ്യനെ വഞ്ചിച്ച ആ ആദ്യ പാമ്പായ പിശാചിനെ, സർപ്പത്തെയും ആ ദുരാത്മാവിനെയും എല്ലാം എന്നേക്കും ന്യായം വിധിച്ച് തീപ്പൊയ്കയിൽ തള്ളിക്കളയുമെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു. അപ്പം ആ ഒരു വലിയ ന്യായവിധി ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ ഒരു വരാൻ പോകുന്ന ന്യായവിധി കൊണ്ട് പ്രിയപ്പെട്ടവരെ, മതങ്ങൾ ഒക്കെ പറയുന്ന ഈ ലോകത്തിനപ്പുറത്തുള്ളൊരു ജീവിതം സത്യമാണ്. ദൈവം സത്യമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി സത്യമാണ്. ആ കോടതിയുടെ മുമ്പിൽ എല്ലാവരും വിധിക്കപ്പെടും. ഒടുവിൽ മനുഷ്യനെ വഞ്ചിച്ച പിശാചിനെയും നിത്യമായി തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ ഒരിക്കൽ സാത്താൻ ഇളകി യേശുവിനെ കണ്ടപ്പോൾ പറയാണ്, അയ്യോ, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു സമയമുണ്ടെന്ന് എനിക്കറിയാം, ഒരു ദണ്ഡനമുണ്ടെന്ന് എനിക്കറിയാം. സാത്താന് പലതും അറിയാൻ പ്രിയപ്പെട്ടവരെ. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ ദൈവമുണ്ടെന്ന് പിശാചുക്കളും പറയുകയും അവ വിറയ്ക്കുകയും ചെയ്യുന്നെന്ന്. അപ്പോൾ പിശാചുക്കൾക്കറിയാം ദൈവമുണ്ടെന്ന്, യേശുവിനെ നന്നായിട്ടറിയാം. ഒരിക്കലൊരു ദുരാത്മാവ് ഇളക്കിയപ്പോൾ, കുറേ മന്ത്രവാദികൾ ഒരു ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ അവ വിളിച്ചു പറയുകയാണ്, യേശുവിനെ ഞങ്ങൾക്കറിയാം. യേശുവിനെ അറിയാം. നമ്മളിനി യേശുവിനെ അറിയണം. യേശുവിനെ ദുരാത്മലോകത്തിനറിയാം, ദൈവത്തിനറിയാം, ദൈവദൂതന്മാർക്കറിയാം. ഇന്നെ കേൾക്കുന്ന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന് ഹൃദയം ഒന്ന് വിട്ടുകൊടുത്ത്. യേശു ക്രൈസ്തവരുടെ ദേവനല്ല. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളെ ആത്മലോകമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തും. ആത്മാവിന് രക്ഷ കിട്ടും. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടുമ്പോൾ ഈ ഭൂമിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ നേരെ വരും. നമ്മുടെ കുടുംബം നേരെയാവും, നമ്മുടെ രോഗം സൗഖ്യമാകും, നമ്മുടെ സാമ്പത്തിക വഴികളൊക്കെ നേരെയാവും. ഈ ലോകത്തിന് വേണ്ടി മാത്രം നമുക്ക് ദൈവത്തെ പിൻപറ്റാതെ നമുക്ക് ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. യേശു ക്രിസ്തുവിൻ്റെ നാമം കേൾക്കുമ്പോൾ രോഗങ്ങൾ മുട്ടുമടക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. യേശു എന്ന നാമത്തിൽ പിശാച് ഭയപ്പെടുകയാണ്. ഇന്നെ കേൾക്കുന്ന ആരുടെയോ ജീവിതത്തിൽ പ്രതിസന്ധികൾ, ഭാരങ്ങൾ, ഭയങ്ങൾ ഇപ്പോൾ വിട്ടുമാറാൻ പോകുകയാണ്. നെഞ്ചടിക്കുന്നത് പോലെ, ഉറങ്ങാൻ കഴിയാത്തതുപോലെ ഇരിക്കുന്ന വ്യക്തികൾ, അതൊരു പൈശാചിക ശക്തിയാണ്, ഇരുട്ടിൻ്റെ ശക്തിയാണ്. കുടുംബത്തിൽ വേണ്ടാത്ത കലഹങ്ങൾ, കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നത്, ആ വേണ്ടാത്ത മദ്യപാനത്തിൻ്റെ പുറകെ പോകുന്ന ദുഷ്ടശക്തികളെ യേശു വെളിപ്പെടുത്തുന്നു. നമ്മുടെ അയൽവാസി അല്ല നമ്മുടെ ശത്രു. ആ പിണക്കങ്ങളൊന്ന് വിട്ടേ, ആ വേണ്ടാത്ത കാര്യങ്ങളൊന്ന് വിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ ദുരാത്മലോകം ഞെട്ടി വിറയ്ക്കുകയാണല്ലോ. കർത്താവെ, എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ശരീരത്തിൽ, തലമുറയിൽ, ബിസിനസ്സിൽ, കൃഷിയിൽ, കർത്താവെ, അവർ ചെയ്യുന്ന ഏത് മേഖലയിലാണോ ആ ദുഷ്ടശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ അവരെ ആക്രമിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആ അസ്വസ്ഥതകൾ, ആ മനം മടുപ്പുകൾ, മനം അറിയുന്നത് പോലുള്ളത്, ആ മനം പുരട്ടലുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ചിലർ, വന്ധ്യതയുടെ ദുഷ്ടശക്തികൾ അവരെ ബന്ധിച്ചു വെച്ചത് ഇപ്പോൾ വിട്ടുമാറി രോഗം മാറട്ടെ. കർത്താവെ, അങ്ങ് കൽപ്പിച്ചപ്പോൾ ആ ദുരാത്മാവ് ബാധിച്ചിരുന്ന കൂനിയായ സ്ത്രീ നിവർന്നു വന്നതുപോലെ ആ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, അതിൻ്റെ പുറകുള്ള കെട്ടുകൾ പൊട്ടി ഇപ്പോൾ സൗഖ്യമാകട്ടെ. വഴിതെറ്റിയ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. മദ്യപാന ശക്തികൾ, ഡ്രഗ് അഡിക്ഷൻസ് ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കർത്താവെ, വഴക്കുകൾ, കേസുകൾ എന്ന് വേണ്ട പിശാചിൻ്റെ പല പദ്ധതികളാൽ കുടുംബത്തിൽ സമാധാനമില്ലാതെ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളായി ഒക്കെയുള്ള വിഷയങ്ങൾ വിടുതൽക്ക് പകരണം. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ശ്രദ്ധിക്കുക, ഈ യേശു കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ആത്മലോകത്തിൻ്റെ ജയാളികളായി നമ്മൾ മാറും, നിത്യജീവൻ ഉടമകളായി നമ്മൾ മാറും. കർത്താവ് നമ്മെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ.